കേന്ദ്ര ഗവൺമെന്റ് ഇത് എന്ന് ഇടപെടുന്ന 2024 ആ സ്ത്രീക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകൻ അവർക്ക് അയച്ചു കൊടുത്ത ആ ചെക്കൊക്കെ ഉണ്ടല്ലോ കാണിച്ചു കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് എത്ര കാലം മുമ്പ് ഇതിൽ ഇടപെടുന്നുണ്ട്? അവിടുത്തെ യമനിലെ പ്രധാനപ്പെട്ട ഈ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകനും അതുപോലെ അവിടുത്തെ ഉമ്മക്ക് ആ പെണ്ണിന്റെ ഉമ്മക്ക് അയച്ച ലെറ്റർ അതുപോലെ ചെക്ക് ഇതൊക്കെ അവർ തന്നെ പുറത്തുവിട്ട് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ചെയ്തതൊക്കെ. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ചെയ്തതോ? ആ പൈസ എവിടുന്നാ കിട്ടിയത്? അയച്ചു കൊടുക്കാനുള്ള പൈസ അതൊന്നും അറിയില്ലല്ലേ? എന്നാ കേട്ടോ, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേരളത്തിന്റെ ഒരു തല മുതൽ അങ്ങേ തല വരെ അവര് ഇറങ്ങി പിരിച്ചെടുത്ത പൈസ, ആ പൈസ സാമുവൽ ജെറോമിന് അയച്ചു കൊടുക്കണം. അതിനവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു. അത് അയച്ചു കൊടുക്കുക മാത്രമാണ് ഇന്ത്യൻ എംബസി ചെയ്തിട്ടുള്ളത്. 5 വർഷം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? 38 ലക്ഷം രൂപ, $40,000 സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സാമുവലിന് കൈമാറിയിട്ടുള്ളത്. അതിന്റെ കണക്ക് എന്താണ്? എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു? ഇവിടെ പറയട്ടെ സാമുവല്, ഇവിടെ പറയട്ടെ. നാട്ടുകാരിൽ നിന്ന് 500,000-1000-മായി പിരിച്ച ക്രൗഡ് ഫണ്ടായി ഞങ്ങൾ സമാഹരിച്ച 38 ലക്ഷം രൂപ, $40,000 രൂപ സാമുവലിന് കൈമാറിയിട്ട് അദ്ദേഹം എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു? എന്ത് പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷമായി സാമുവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവസാനം സാമുവൽ ജെറോമിനോട് ചോദ്യം വന്നു, 38 ലക്ഷം രൂപ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾ എന്ത് മുന്നേറ്റമാണ് നടത്തിയത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന് നിങ്ങളോട് എനിക്ക് മറുപടി പറയേണ്ടതില്ല എന്നും പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയി, ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിൽ നിന്ന്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ വിഷയത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഇടപെട്ടിട്ടുള്ളത് ആക്ഷൻ കൗൺസിലാണ്. കേന്ദ്രം പോലും ഇടപെടുന്നത് എപ്പോഴാണ്? ആക്ഷൻ കൗൺസിൽ ഒരു വക്കീലിനെ ഏർപ്പെടുത്തി കോടതിയിൽ പോയിട്ട് വാദിച്ചപ്പോഴാണ് കേന്ദ്രം പോലും ഈ വിഷയത്തിൽ ഇടപെടുന്നുള്ളൂ. കോർ കമ്മിറ്റി മുമ്പിലുണ്ടായിരുന്ന ദൗത്യം ഈ കേസിൽ സുപ്രീം കോടതിയിൽ അനുകൂലമായി ഒരു വിധി നിമിഷപ്രിയക്ക് ലഭിക്കാത്തതുകൊണ്ട്, കീഴ്ക്കോടതിയിൽ ലഭിക്കാത്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ നൽകുന്നതിന് ഒരു വക്കീലിനെ ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെടുത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കേന്ദ്രത്തിനോട് ഇടപെടാൻ പറയുന്നത് ആക്ഷൻ കൗൺസിലാണ്. ഈ ആക്ഷൻ കൗൺസിൽ പറയുന്നു കാന്തപുരം ഉസ്താദിന് നന്ദി. അവര് പറയുന്നു ഞങ്ങൾ കാന്തപുരം ഉസ്താദുമായി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് ഇതിലൊരു നിർണായകമായിട്ടുള്ള നീക്കമുണ്ടായത്. അവസാനം ഇതാ ആക്ഷൻ കൗൺസിലിന്റെ വക്കീൽ, കേന്ദ്രത്തിൽ പോയി ഇടപെടണമെന്ന് വാദിച്ച വക്കീൽ സുഭാഷ് ചന്ദ്രൻ പോസ്റ്റ് ചെയ്തുന്നു, നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഉസ്താദ് കേട്ട എല്ലാ പഴികൾക്കും മാപ്പ്. ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ നൌഷാദിനോട്, ഈ കേന്ദ്രത്തിനോട് പോലും ഇടപെടാൻ പറഞ്ഞ ഈ ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് എന്താ നിങ്ങൾ കേൾക്കാത്തെ? ഇവിടെ എ പിക്കാര് പറയുന്നതൊന്നും കേൾക്കണ്ട. അതിലൊരാൾ പോലും എ പിക്കാരനല്ല. അതിൽ മുസ്ലിം നാമധാരികൾ പോലും വളരെ കുറവാണ്. ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താൻ കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയ എന്നും പറഞ്ഞിട്ട് ദിക്ർ ചൊല്ലി നടക്കുന്നത് ആരാ? ഞങ്ങളോ? ഞങ്ങളൊക്കെ ഈ വിഷയം എന്നോ വിട്ടു. 15-ാം തീയതി കഴിഞ്ഞു, സംഘികൾ വിട്ടു. 20-21 ദിവസം കഴിഞ്ഞു ഈ വിഷയം കഴിഞ്ഞിട്ട്. അതിപ്പോഴും വേദികളിൽ നിമിഷപ്രിയ 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 എന്ന് പറഞ്ഞ ദിക്ർ ചൊല്ലി നടക്കുന്നത് കുരുവട്ടൂരികളെ നിങ്ങളല്ലേ? എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയാം. കേന്ദ്ര ഗവൺമെന്റിന് ഭയങ്കര ശക്തിയുണ്ട്, ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവർക്ക് അതുമില്ല. കേന്ദ്രം കോടതിയിൽ അറിയിച്ചത് ഔദ്യോഗികമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. അനൌദ്യോഗികമായി അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. ഓ, ഞങ്ങൾ ഔദ്യോഗികമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി അനൌദ്യോഗികമായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണോ കേന്ദ്രം പറഞ്ഞത്? കേന്ദ്രം എന്താ പറഞ്ഞത്? ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല, അങ്ങനെയാ കേന്ദ്രം പറഞ്ഞത്. കാരണം എന്താ? 5-6 വർഷമായി കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ വിഷയം എത്തിയിട്ട് ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോഴാണ് കേന്ദ്രത്തിനോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉസ്താദിന്റെ അടുത്തേക്ക് വരുന്നത്. എന്റെ ചങ്ങായിമാരെ, ഇത് യമനായതുകൊണ്ടാ ഉസ്താദുമായി ഇവർ ബന്ധപ്പെട്ടത്. കാരണം അവിടുത്തെ പണ്ഡിതന്മാരുമായി ഉസ്താദിന് ബന്ധമുണ്ടെന്ന് ഇവർക്കറിയാം. ഇത് വല്ല ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ ആണെങ്കിൽ ഉസ്താദിന്റെ അടുത്തേക്ക് ഇവർ വരുമോ? അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. നേർക്ക് നേരെ നയതന്ത്ര ബന്ധമില്ലെങ്കിൽ എന്താ ചെയ്യാ? ഹൂത്തി ഗവൺമെന്റ് ആണെങ്കിൽ ഈ ഹൂത്തികളുമായി ബന്ധമുള്ള ഗവൺമെന്റ് ഏതാ നോക്കും. അപ്പൊ അവരോട് ബന്ധപ്പെടും. അവരും ഇന്ത്യൻ തമ്മിൽ നയതന്ത്ര ബന്ധം മതി. അല്ലെങ്കിൽ സൗദിയോ ഇറാനോ ഇങ്ങനത്തെ രാജ്യങ്ങൾ പിടിച്ചാൽ നോക്കുക. എന്നിട്ട് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരോടും അതേപോലെ അവരെ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഈ പറയുന്ന കേന്ദ്രം ചെയ്തോ എന്നാണ് ഈ വിഷയത്തിൽ തുടക്കം മുതലേ പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറർ കുഞ്ഞമ്പതുക്കെ ചോദിക്കുന്നത്. അറ്റോർണി ജനറൽ എന്താണ് പറഞ്ഞത്? വെങ്കട്ടരമണൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായമാണ്. എന്താണ് ഇന്ത്യ ഗവൺമെന്റ് അഭിപ്രായം? ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഷെയ്ഖുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള പരാമർശം. ആ ഇന്ത്യ ഗവൺമെന്റിന്റെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ നിസ്സഹായത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒന്ന്. മറ്റൊന്ന്, അവരുടെ മേൽ സ്വാധീനമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനുമായി ഈ യുദ്ധകാലത്തൊക്കെ നടന്നിട്ടുള്ള ഇറാനുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉരുകിപ്പോയിരിക്കുന്നു. കാരണം ഇറാനിൽ ബോംബ് വർഷിക്കുമ്പോഴും അതിനെ അപലപിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇന്ത്യ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ഇറാൻ എന്ന് പറയുന്ന രാജ്യം
ആ രാജ്യം ഇന്ത്യയുടെ എക്കാലത്തെയും സൗഹൃദമുള്ള രാജ്യമാണ്. ആ രാജ്യത്തോട് ഒരു അപേക്ഷ പറയുകയായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഇടപെട്ട് ഹൂത്തികളുടെ ഇടയിൽ സ്വാധീനമുള്ള രാജ്യം എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ്. ഹൂത്തികളെ അംഗീകരിച്ച രാജ്യം എന്ന് പറയുന്നതും ഇറാൻ മാത്രമാണ്. ആ ഇറാനോട് ഒരു അരപ്പായി കടലാസിൽ ഒരു റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട അവിടുത്തെ ഇറാനിലെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്കോ നൽകി ഈ നിമിഷപ്രിയയെ അവരുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി, അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തിരിച്ചയക്കണമെന്നുള്ള ഒരു അപേക്ഷ ഇന്ത്യ ഗവൺമെന്റ് നൽകി എന്ന് ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല, തീർച്ചയായും അവർക്കത് സാധ്യമല്ല. കാരണം നേരത്തെ വധശിക്ഷ നീട്ടിവെച്ച വിഷയവും ആദ്യം കാന്തപുരം വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയതും ആ രേഖകൾ തന്നതും കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇന്നലെ രാത്രിയും കാന്തപുരത്തിന്റെ ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ആ വാർത്ത നമുക്ക് നൽകിയത്. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ വാർത്ത ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിക്കുന്നില്ല. അയാൾ പറയുന്നത് നേരത്തെ വധശിക്ഷ നീട്ടി എന്നുള്ളതും കാന്തപുരത്തിന്റെ ഓഫീസാണ് പറഞ്ഞത്. എല്ലാ പൊട്ടത്തിനും ഓലെന്നല്ലേ ചെയ്യാം. അതെന്തേ ആദ്യം വിട്ടത്? കാരണം നേരത്തെ വധശിക്ഷ നീട്ടിവെച്ച വിഷയവും ആദ്യം കാന്തപുരം വിഭാഗത്തിൽ നിന്നാണ് ആദ്യം അറിയിച്ചത് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസ്. അവിടെയാണ് നിന്റെ കൊല്ലിക്ക് പിടിക്കുന്ന ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന് ഈ വിഷയം 14 തീയതി കിട്ടി, ഓക്കെ, 14 തീയതി വിടാൻ കഴിഞ്ഞില്ല എന്ന് വെക്കുക. 15 തീയതി വിട്ടൂടെ? അതും വിട്ടില്ല. ഉസ്താദ് വിട്ടതിന്റെ ശേഷം മാത്രമാണ് കേന്ദ്രം ഈ വിഷയം സ്ഥിരീകരിക്കുന്നത് പോലുമുള്ളൂ. അവിടെ നിന്റെ കൊല്ലിക്ക് പിടിക്കുന്ന ചോദ്യം. എന്നിട്ടോ അവൻ ആദ്യം വിട്ട്, ആദ്യം ഉസ്താദ് അറിയിച്ചു, പിന്നീട് കേന്ദ്രം അറിയിച്ചു. ഇൻഷാ അല്ലാഹ് ഇതും അതുപോലെ ആദ്യം ഉസ്താദ് അറിയിക്കും, പിന്നീട് കേന്ദ്രം അറിയിക്കും. നീട്ടിവെച്ചു എന്നുള്ള വിധി ആക്ഷൻ കൗൺസിലിന് 13 കിട്ടി, 14 എത്ര കിട്ടി? പക്ഷെ ഒരാരും പുറത്തു വിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് വിട്ടില്ല. ഇങ്ങനെ വെച്ചാൽ ഈ സംഭവം നിലനിൽക്കൂ. എന്ത് നിലനിൽക്കൂ? കേന്ദ്രത്തിന് ഔദ്യോഗികമായി ഈ വിഷയം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് വിട്ടൂടെ? അതിനെന്ത് തടസ്സമാണുള്ളത്? കേന്ദ്രം ഇന്ത്യയിലല്ലേ വിടുന്നത്? ഓക്കെ, 14 തീയതി വിട്ടില്ല, എന്നാ 15 തീയതി വിട്ടൂടെ? അന്നും വിട്ടില്ല. പിന്നെ ഉസ്താദ് വിട്ട് കഴിഞ്ഞ് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന കേന്ദ്രം ഇത് സ്ഥിരീകരിക്കുന്നത് പോലുമുള്ളൂ. എന്നിട്ട് അങ്ങ് വെറുതെ വിടയിടന്നെ. കേന്ദ്രത്തിന് ഭയങ്കര പ്രശ്നമാണ് അവിടെ. എന്ത് പ്രശ്നം? സഹോദരന്മാരെ അറിയിച്ചു കൊടുത്തില്ല. ഇത് ഈ നീട്ടിവെച്ച പ്രശ്നം വേണ്ടാന്ന് കരുതിയിട്ട് അതിനൊരു സ്വകാര്യത ഉണ്ടല്ലോ. കേന്ദ്രം പിടിച്ചു വെച്ചതുകൊണ്ട് സഹോദരൻ പോലും അറിഞ്ഞില്ല. അങ്ങ് വിടന്നെ ചങ്ങായി, വിടല്. എന്റെ ചങ്ങായി സഹോദരൻ 15 തീയതിയും 16 തീയതിയും ഇത് അറിയുന്നില്ല. കേന്ദ്രം 15 തീയതി ഇത് സ്ഥിരീകരിച്ചിട്ടും 16 തീയതി രാവിലെ സഹോദരൻ ഇടുന്ന പോസ്റ്റ് എന്താ? ഞങ്ങളുടെ വിധി നടപ്പാക്കാൻ പോവുകയാണ്. എന്നിട്ടോ അത് ഡിലീറ്റ് ചെയ്തു. അതാണ് സഹോദരന്റെ അവസ്ഥ. കേന്ദ്രം വിട്ടിട്ടും മൂപ്പരറിഞ്ഞിട്ടില്ല. കേന്ദ്രം പിടിച്ചു വെച്ചതുകൊണ്ടാണ് സഹോദരൻ പോലും അറിയാഞ്ഞത്. കാന്തപുരത്തിന്റെ ഓഫീസ് ആ വിവരം പുറത്തുവിട്ട അടുത്ത സെക്കൻഡിൽ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് വന്നു കാന്തപുരത്തെ വെല്ലുവിളിച്ചു. ആരോടാ ചർച്ച നടത്തിയത്? എവിടെയാ ചർച്ച നടത്തിയത്? കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി കാന്തപുരം ഉസ്താദിനെ മാത്രമല്ലടൂ വെല്ലുവിളിച്ചിട്ടുള്ളത്. നീ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രം പൈസ അയച്ചു കൊടുത്ത വക്കീൽ, കേന്ദ്രം ബന്ധപ്പെട്ട വക്കീൽ, കേന്ദ്രത്തിനെ ഈ പറയുന്ന ശിക്ഷ മാറ്റിവെച്ചു എന്ന് അറിയിച്ചു കൊടുത്ത വക്കീൽ. ഇവരിപ്പോ ഇനിയാന്നല്ല ഇങ്ങോട്ട് അവസരമായിട്ട് വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇത് എന്ന് ഇടപെടുന്ന 2024 ആ സ്ത്രീക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകൻ അവർക്ക് അയച്ചു കൊടുത്ത ആ ചെക്കൊക്കെ ഉണ്ടല്ലോ, കാണിച്ചു കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് എത്ര കാലം മുമ്പ് ഇതിൽ ഇടപെടുന്നുണ്ട്? അവിടുത്തെ യമനിലെ പ്രധാനപ്പെട്ട ഈ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകനും അതുപോലെ അവിടുത്തെ ഉമ്മക്ക്, ആ പെണ്ണിന്റെ ഉമ്മക്ക് അയച്ച ലെറ്റർ. ആ വക്കീലാരാ? സാമുവൽ ജെറോം. ആ സാമുവൽ ജെറോമുമായിട്ടും ഇതുവരെ ഒരു ബന്ധവുമില്ല എന്ന് ഈ പറയുന്ന അബ്ദുൽ ഫത്താഹ് മഹ്ദി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെന്തേ നീ കാണാതെ പോയേ?